സ്റ്റുഡൻസ് വിസയിൽ പോയിട്ട് ഈ ഒരു ദിവസം കിട്ടുന്ന ഒരു 18 hours ജോലി ചെയ്തിട്ട് ഫുഡ് ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല, പട്ടിണി കിടന്നാണെങ്കിലും ഈ പിള്ളേർ അവിടെ പോയി പണി ചെയ്യുന്നുണ്ട്. ഏകദേശം ഞാൻ അറിയുന്ന പോളണ്ടിൽ വാർസോ പറഞ്ഞ് അവൻ്റെ വീട്ടിൽ കണ്ടോ അവൾ കൊടുക്കുന്നുണ്ട്, അവൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന പേരൻസ് ഈ ഇതുപോലെ അമ്മ അച്ഛൻ കാരണമാണ് ഈ പിള്ളേർ പറയും നശിച്ച് നാടിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. എന്നെ നരകിപ്പിച്ച ആ വ്യക്തിയെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്കൊരു പണി കൊടുക്കണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ടോ? പണി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ പട്ടിണി ഇരുന്നിട്ടുണ്ടായിരുന്നു, ഒരു നാട്ടുകാർ വന്നില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്, ആരും കണ്ണുനീർ തുടയ്ക്കാൻ വന്നില്ല. ഞാനും എൻ്റെ കൊച്ചു ചാകാൻ റെഡി ആയിട്ടുണ്ട്, ആരും പറഞ്ഞു തരാൻ വന്നില്ല. +2 ഫെയിലായി, എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ മേടിച്ചില്ല. പിന്നെയാണ് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ്. ഇതുപോലെ തോറ്റ് ജയിച്ചൊരു വ്യക്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. പ്രണയിച്ചോ? അവസാനം വരെ കൂടെ ഉണ്ടെങ്കിൽ പ്രണയിച്ചോടോ. ചതിക്കാനതാണെങ്കിൽ വിട്ടേക്ക്. എന്തിനാ? എല്ലാവർക്കും ഒരു ലൈഫല്ലേ, ജീവിക്കട്ടെ. ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരും കുത്തും. ചത്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ വീടടുത്ത് വന്നിട്ട് പാവായിരുന്നു ആ പെണ്ണ്, അത് തന്തേടിയാണെന്ന് പറയുന്ന നാട്ടുകാർ, വീട്ടുകാർ, എല്ലാവരും. നമ്മളെ ഇഷ്ടമില്ലാത്ത, നമ്മളെ വേണ്ടാത്ത ആൾക്കാർ പൊക്കോട്ടെ. പിടിച്ചു വെച്ചിട്ട് കിട്ടുമോ? തിരിച്ചാ സ്നേഹം കിട്ടും. വേറെ ഒരാൾക്ക് കൊടുക്കുന്ന ആ സ്നേഹം നമുക്ക് കിട്ടുമോ? വിജയ കുഞ്ഞ് അല്ലാതെ വിജയിക്കാനുണ്ട്. വിജയ, ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, വിദ്യാഭ്യാസത്തിന് ഘടകമുണ്ടോ? ഫെയിലാണെങ്കിലും നീ എന്നിട്ട് അവിടെ ജയിച്ചോ, അതാണ് നല്ല. നീ കോൺഫിഡൻസ് വെച്ചിട്ട് നിൻ്റെ ഒരു മനസ്സിൽ നിനക്ക് ചെയ്യും. കാരണം ഇന്ന് പഠിത്തം പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് പഠിച്ചോണം മക്കളെ. കാരണം സത്യം പറയാം, പഠിത്തം ആടോ ഇപ്പോഴത്തെ സമയത്ത് എല്ലാവർക്കും ഒരു. കാരണം നാളെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു സാധ്യത വീണ്ടും എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും എത്ര പേര് പഠിച്ചിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല, ജോലി കിട്ടുന്നില്ല, അങ്ങനെ പറയണം. കിട്ടുന്നില്ല. ഇന്നും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എത്ര പിള്ളേർ പുറത്തു പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. വിജയ്, എൻ്റെ ഒരു ഡൗട്ടും വിജയ് പോളണ്ടിലായതുകൊണ്ട് ചോദിക്കുക കേട്ടോ. നമ്മുടെ സുന്ദരമായ മനോഹരമായ ഈ നാട്ടിൽ നിന്ന് എല്ലാവരും നാടിനെ വെറുത്ത് മറ്റു രാജ്യങ്ങളിൽ പോകുന്നു. UK ആട്ടെ, കാനഡ ആട്ടെ, പോളണ്ട് ആട്ടെ. അപ്പൊ ഇവർ പോകാൻ നേരത്തെ ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് കോടികൾ ഉണ്ടാക്കാം, ഈ നശിച്ച നാട് വിട്ട് പോയാൽ ലക്ഷപ്രഭു ആകാം. ശരിക്കും ഒരു പ്രവാസ ജീവിതം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാനഡ, UK, പോളണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് ഈ കോടികൾ കിട്ടുമോ? അല്ലെങ്കിൽ വിജയ കണ്ട മറ്റ് രാജ്യങ്ങൾ എന്താണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലും അന്യനാട്ടിൽ പോയാണെങ്കിലും ഒരു 8-9 വർഷം ജീവിച്ചാണെങ്കിലും ഒരു വീടുണ്ടാക്കാം. പിന്നെ എന്തെങ്കിലും ഒരു ലക്ഷങ്ങൾ സേവിങ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ജീവിതം അവിടെ ഒരു നല്ല കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു 75% ഇല്ല. കാരണം നമ്മുടെ ഓവർ ഡ്യൂട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നാട് നശിച്ച നാട് ഇങ്ങനെ പറയുന്ന പിള്ളേരുണ്ടല്ലോ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണ് അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുക, നമുക്ക് ശമ്പളം ഇച്ചിരി കൂടുതൽ കിട്ടും. പക്ഷേ എന്താ അറിയാമോ, നമ്മുടെ നാടല്ലേടോ നമ്മുടെ നാട്, നമ്മുടെ ജീവിതം പറഞ്ഞ് ഇപ്പം ഈ നാട്ടിൽ കിട്ടുന്ന ഒരു റിലാക്സ് അത് അന്യനാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അല്ല കൂടുതൽ പൈസ കൊടുത്ത് മേടിക്കണം. അപ്പം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യമാണ്, നാട്ടിൽ വിലസാവുന്ന പോലെ വേറെ ഒരിടത്തും പറ്റത്തില്ല. കാരണം ഇവിടെ കപ്പയ്ക്ക് എത്ര രൂപ? ഒരു 35 രൂപ kg എന്തോ ആണ്. ഞാൻ അവിടെ മേടിച്ച് 2 കഷ്ണം കപ്പ 200 രൂപയാണ്. ഇവിടെ 700 റുപ്പീസ് നമ്മുടെ നാട്ടില്. 200 രൂപ 2 കഷ്ണം. എനിക്ക് പിടിക്കും അത്. ഞാൻ ഈ 200 രൂപ 2 കഷ്ണം കപ്പം കൂടി പോയി 2 ദിവസമല്ലേ കഴിക്കും. ഇവിടെ നാട്ടിലാണെങ്കിൽ ഞാൻ എത്ര ദിവസം കഴിക്കണം പറ? എത്ര ദിവസം ഞാൻ കഴിക്കണം? സോ എനിക്ക് എൻ്റെ നാട് പറഞ്ഞ് ഇവിടുത്തെ ആഹാരം അതൊരു അന്യനാട്ടിൽ കിട്ടത്തില്ല. പൈസ ഉണ്ടാക്കാം, പിന്നെ ഡിപ്പെൻഡ് ഓഫ് ജോലി. നിനക്ക് ഇപ്പം എത്ര, നീ ഡോക്ടറാണ്, നീ എഞ്ചിനീയർ ആണ്, ഈവൻ നീ ക്ലീനിങ് ആണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും ഒരു 8-9 വർഷം കഴിഞ്ഞ് പിടിച്ചാൽ മതി. ഒരു ലക്ഷപ്രഭു ഒന്നും ആർക്കും ആകാൻ പറ്റില്ല. അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അംബാനി ആണെങ്കിൽ നമ്മൾ ലക്ഷപ്രഭു ആണ്. അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അതാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചാണെങ്കിലും അവിടെ പോയി ജോലി ചെയ്താണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ,
അത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടുന്ന് മിക്കവരും പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അവിടെ പിന്നെ എങ്ങനെയാണെങ്കിലും പൈസ ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടുണ്ടോ? കഷ്ടപ്പാട് പറഞ്ഞ് അത് 99% ആൾ പിള്ളേർക്ക് അറിയാം. ഇവിടെ എഞ്ചിനീയർ പഠിച്ച് അവിടെ പോയിട്ട് സ്റ്റുഡൻസ് വിസയിൽ പോയിട്ട് ഈ ഒരു ദിവസം കിട്ടുന്ന ഒരു 18 hours ജോലി ചെയ്തിട്ട് ഫുഡ് ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല, പട്ടിണി കിടന്നാണെങ്കിലും ഈ പിള്ളേർ അവിടെ പോയി പണി ചെയ്യുന്നുണ്ട്. ഏകദേശം ഞാൻ അറിയുന്ന പോളണ്ടിൽ വാർസോ പറഞ്ഞ് 2 ജോബ് ചെയ്യും. പിന്നെ സാലറി കിട്ടാം, റെന്റ്, ഫുഡ് അവിടെ തന്നെ ആവുമല്ലോ. ഒരു മാസം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യൻ മണി 25,000 ഏകദേശം റൂമും ഫുഡും എല്ലാം അവിടെ തന്നെയാവും. ഇപ്പം നിനക്കൊരു 60 കിട്ടിയെങ്കിൽ അതിനടുത്ത് ടാക്സ് പിടിക്കും. പിന്നെ നിന്റെ ചെലവ് എല്ലാം കഴിഞ്ഞിട്ട് കൈ ഏകദേശം കിട്ടും ഒരു 15,000 രൂപ, ഒരു 18,000 രൂപ. ഇത് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നശിച്ചു നാടെന്ന് ഇറങ്ങി തള്ളി പറഞ്ഞിട്ട് അന്ന് നാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നെങ്കിൽ ഇന്നും പെട്ടുപോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടോ? ഏകദേശം ഉണ്ട്. കാരണം നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് കുത്തൽ കേൾക്കുന്ന സമയത്ത് ഇറങ്ങി പോടാ നീ, അല്ലെങ്കിൽ ഇറങ്ങി പോടി ഈ വീട്ടിൽ നിന്ന്, എങ്ങനെയാണെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ അമ്മയച്ഛൻ കാണൂലേ, ഒന്ന് ജോലിക്ക് ഇറങ്ങുക. കാരണം നാട്ടുകാർ പറയാൻ തുടങ്ങി അവൻ്റെ വീട്ടിൽ കണ്ടോ അവൾ കൊടുക്കുന്നുണ്ട്, അവൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന പേരൻസ് ഈ ഇതുപോലെ അമ്മയച്ഛൻ കാരനാണ് ഈ പിള്ളേർ പറയും നശിച്ചു നാടിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായി കേട്ടോ. എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേരൊക്കെ ചേച്ചി ഒരു ജോലി മേടിച്ചു തരുമോ, അപ്പോൾ ഈ നശിച്ച് നാട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കുത്തുക. അടുത്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കുത്തുക, അടുത്തുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞ് ഞാൻ ഈ പോളണ്ടിൽ എനിക്ക് അവിടെ 2 മാസം 1 മാസം ലീവ് തന്നു ഞാൻ നാട്ടിൽ വന്നെങ്കിൽ ഞാൻ വീട്ടിൽ എത്തി 2-ാം ദിവസം ഞാൻ എൻ്റെ മോളുടെ കൂടെ അമ്പലത്തിൽ പോയെങ്കിൽ നാട്ടുകാർ എന്നോട് ചോദിക്കും എപ്പോഴാ തിരിച്ചു പോകും, നീ എപ്പോൾ വന്ന് നീ എന്താണ്, ഇതൊന്നും ചോദിക്കത്തില്ല, നീ എപ്പോഴാ തിരിച്ചു പോവാ. എൻ്റെ ഒരു അഭിപ്രായമാണ് ചേച്ചി ഞാൻ വന്നേ ഉള്ളു, ഇപ്പം തന്നെ പോകണോ ചേച്ചി പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പം തന്നെ പോവാം എന്നൊരു ഡയലോഗ് ഞാൻ അടിക്കും അവിടെ. സോ പല വർഷം എൻ്റെ ലൈഫിൽ നിന്നല്ല കേട്ടോ, നമ്മൾ ഈ പുറത്ത് നിന്ന് വന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വീട്ടിലല്ല കേട്ടോ, അടുത്തുള്ള ആൾക്കാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴാ തിരിച്ചു പോവുക. ഇതെല്ലാം പ്രവാസികളും കേൾക്കുന്ന ഒരു ചോദ്യം തന്നെയല്ലേ. എല്ലാവരും നമ്മുടെ നാട്ടുകാരെ പ്രത്യേകം എടുത്തു നോക്കിയാല് പഠിക്കുന്ന സമയത്ത് ജോലിയായില്ലേ, ജോലിയായ കല്യാണമായില്ലേ, കല്യാണമായ പിള്ളേരായില്ലേ. ഇത് നാട്ടുകാർ എന്തുവാ, നാട്ടുകാർ വെറും ഒരു വാക്യാണ്. അവിടെ ഇരിക്കുക, പട്ടി കുറയ്ക്കത്തില്ലേ കുറയ്ക്കട്ടെ, അതുപോലെയാണ് ഈ ചില നാട്ടുകാർ. കാരണം ഞാൻ പറയട്ടെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കുടുംബശ്രീ ഇപ്പം ഈ പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞ് ഏറ്റവും കൂടെ ഒരു ചില നല്ല കുടുംബശ്രീക്കാണ്, ചില കുടുംബശ്രീക്ക് പറഞ്ഞ മറ്റേ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ നല്ല പരിദോഷം പറയാൻ വേണ്ടി കൂടും. അവളുടെ പെണ്ണ് കൂടിപ്പോയി, ഇവളുടെ പെണ്ണ് കൂടി, സ്വന്തം പെണ്ണ് വീട്ടിൽ എങ്ങനെയാണ് അതൊന്നും നോക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു നാട്ടുകാരുടെ അവസ്ഥ. പിന്നെ നാട്ടുകാർ പറഞ്ഞു ഏത് നാട്ടുകാർ, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നാട്ടുകാർ ഞാൻ പട്ടിണി ഇരുന്നിട്ടുണ്ടായിരുന്നു, ഒരു നാട്ടുകാർ വന്നില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്, ആരും കണ്ണുനീര് തുടയ്ക്കാൻ വന്നില്ല. ഞാനും എൻ്റെ കൊച്ചു ചാകാൻ റെഡി ആയിട്ടുണ്ട്, ആരും പറഞ്ഞു തരാൻ വന്നില്ല. പിന്നെ ഏത് നാട്ടുകാർ, ആരുടെ +2 ഫെയിലായി എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ മേടിച്ചില്ല, പിന്നെയാണോ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ്? അടിപൊളി അല്ലേ. ഞാൻ ചോദിക്കുന്നത് എല്ലാ പിള്ളേരോടും ഞാൻ ഇതാ പറയാ, എന്തിനാ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ്? എവിടെ ഒരു ലൈഫല്ലേ, നീ തോട്ട് കഴിഞ്ഞ് ചില ആൾക്കാർ മരിക്കാൻ നോക്കും അല്ലേ, ചെയ്യും. എൻ്റെ ലൈഫ് ഞാൻ പറയട്ടെ, ഈ ആത്മഹത്യ ഉണ്ടാവുന്ന ഒരു ചിന്ത എങ്ങനെ വരും അറിയാമോ? നമുക്കൊരു സമയത്ത് എല്ലാവരും കേൾക്കാൻ കാണും, നമ്മുടെ ലൈഫിൽ ഒരു പേഴ്സണലായിട്ട് ഒരു ആള് കാണും, അതാണെങ്കിൽ പെണ്ണാണെങ്കിൽ കാണും. അപ്പം ഈ ഇല്ലാതെ ആവുന്ന സമയത്ത്, നമ്മളെ കേൾക്കാനാവാത്ത ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് അത് അറിയാത്ത സമയം കാണും. അപ്പം നമ്മൾ എന്നാ ചെയ്യാമോ, വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് സ്റ്റോപ്പാക്കും. ഇല്ല എൻ്റെ ഹെഡ് പെയിൻ ആണ്, ഞാൻ റൂമിൽ പോവാം എന്ന് പറഞ്ഞിട്ട് കുറേ സാഡ് വീഡിയോ കാണും അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെ കാണും. ഞാൻ ഇപ്പോഴും എൻ്റെ വീഡിയോത്തിൽ ഞാൻ എപ്പോഴും ഏകദേശം ഞാൻ പറയാറുണ്ട്, മോട്ടിവേഷൻ അല്ലോടോ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം. നിങ്ങൾ ചിന്തിക്കണം,
അല്ല ഒരാൾ പറയുന്നത് നിങ്ങൾ ആ ഒരു കഥ കേട്ട് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഒന്ന് കേട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും. ഇന്ന് നിങ്ങൾ ചിന്തിക്കും, എനിക്ക് ഇനി ജീവിക്കണം, എനിക്ക് ആ ഒരു ആളുടെ ജീവിതത്തിൽ ഞാൻ അയ്യോ എൻ്റെ ജീവിതം ഇല്ലെക്കാളും കഷ്ടമാണ്, പക്ഷെ എനിക്ക് ജീവിക്കണം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യും, നാളെ വീണ്ടും അവിടെ വന്ന് റൂമിൽ കഴിഞ്ഞ് തലനെയും പിടിച്ചും കെട്ടിപ്പിടിച്ച് കുറേ സാഡ് പാട്ടൊക്കെ ഇട്ടിട്ട് എന്നെ ചതിച്ച് അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് പോയി ഇങ്ങനെ പറഞ്ഞ് കരയുന്ന ഒത്തിരി പിള്ളേരുണ്ട്. സോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ പറഞ്ഞ് ഇരിക്കട്ടെ സൈഡിൽ നിന്ന്. അനുഭവം ഗുരു പറയത്തില്ലേ, അതുകൊണ്ട് ആ സൈഡിൽ ഇരിക്കട്ടെ, വരട്ടെ. താങ്ങാനൊരു ചങ്കുള്ള മനസ്സുണ്ടെങ്കിൽ പിന്നെന്തോടോ ആരുടെ ആവശ്യം? ഇപ്പൊ അനുഭവങ്ങളെല്ലാം കൂട്ടി ഒരു പുസ്തകമാക്കി അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മേളിൽ അനുഭവങ്ങൾ കൊണ്ടുവച്ച് താഴോട്ട് നോക്കുമ്പോ എല്ലാം ശൂന്യമാണോ? അത് ചോദിച്ചാ എല്ലോടോ ശൂന്യം പറഞ്ഞ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് കേറി വരും അല്ലേ? മറക്കത്തില്ല. ഞാൻ മറന്നാ പിന്നെ അഹങ്കാരി ആവൂലേ? ഞാൻ അതെല്ലാം മറന്നു കഴിഞ്ഞ് ഞാൻ അഹങ്കാരി ആവൂലേ? എനിക്കിപ്പോൾ ജോലിയുണ്ട്, ഏകദേശം എനിക്ക് സാലറി ഉണ്ട്, എൻ്റെ വീട്ടുകാർ ഇപ്പം എൻ്റെ മക്കൾ എന്താ പറഞ്ഞാൽ എനിക്ക് ആ ആഗ്രഹം സഹായിക്കാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ആ പണ്ടത്തെ കാര്യമെല്ലാം മറന്നുപോയെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അത് ഓർത്തിരിക്കണം. എപ്പോഴെങ്കിലും എനിക്കൊരു പണി തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്നെ നരകിപ്പിച്ച ആ വ്യക്തിയെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്കൊരു പണി കൊടുക്കണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ടോ? പണി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവിടെയാ ഞാൻ ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇതേ ചിന്തിക്കും, ഞാൻ സഹിച്ചൊരു വേദന ആ ഒരു വ്യക്തി ഈ ഒരു സ്ഥാനത്ത് വരല്ലേ, കാരണം ഞാനായിട്ട് തീരട്ടെ. എൻ്റെ ഒരു സ്ഥലത്ത് വേറൊരാൾ വരണ്ട. അത് ഇവൻ എൻ്റെ വീട്ടുകാരാണെങ്കിലും, എന്നെ ഇട്ടിട്ട് പോയി എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും, ഇവൻ എൻ്റെ ഫ്രണ്ട്സുകളാണെങ്കിലും, ഈ ലോകത്ത് എത്ര പിള്ളേരാണെങ്കിലും ഈ ഒരു അവസ്ഥ വരല്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പണി തരത്തില്ല. പിന്നെ ഞാൻ കർമ്മ തന്നോലും ഇതൊക്കെ പറഞ്ഞ ഒരു വാക്യങ്ങളാണ്. ആവട്ടെ, ഞാൻ നിനക്ക് പണി തന്നാ എനിക്ക് ദൈവം തരും. അതിപ്പം എല്ലാവരും വിജയിക്കും. പക്ഷെ സത്യം ഞാൻ പറയട്ടെ, എന്തിനാ പണി? ഞാൻ ജയിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തോട്ടുന്ന എല്ലാ ആൾക്കാരും കാണട്ടെ എന്ന് മാത്രമേ. അപ്പം എനിക്ക് ഒരു പണി തരാൻ ഞാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ വാശിയായിരുന്നു ജീവിക്കണം, എൻ്റെ മോളെ വളർത്തണം. എനിക്ക് ആ ഒരാൾക്ക് പണി കൊടുക്കുന്ന സമയത്ത് എൻ്റെ മോക്ക് എന്താ ആവശ്യം, എനിക്ക് അത് ചിന്തിച്ചാൽ മതില്ലേ? അല്ലേ? ഞാൻ ഒരാളുടെ പണി കൊടുക്കുന്നത്, ഞാൻ കൂടി പോയി ഒരു സൈക്കോ ആയിക്കഴിഞ്ഞ് ഞാൻ അയാളുടെ പുറകെ ഇങ്ങനെ അയാൾക്ക് ഇത് നാണം കെടുത്തിപ്പിക്കണം, അല്ല ഇത് ചെയ്യണം അത് ചെയ്യണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു തിരിച്ചടി ഞാൻ കൊടുക്കുന്ന ഒരു മനസ്സ് കാണിച്ചെങ്കിൽ ഇവിടെ എൻ്റെ കൊച്ചിക്ക് എന്താ ആവശ്യമാണ് അതാരും നോക്കും. പിന്നീട് ഫോൺ കോളുകളെല്ലാം വന്നോ വിജയ? പിന്നെങ്കിലെല്ലാം കോള് ഞാൻ ഇപ്പം 11 years ആയി. എനിക്ക് അയാൾ വേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറ്റേ, ഇപ്പം എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, അയാൾക്ക് കുറച്ച് നാൾ എന്നെ ഇഷ്ടമായിരുന്നു, കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ് വേണ്ട വെച്ച്. സോ പിന്നെ മുമ്പോട്ട് അയാൾക്ക് വേണ്ട എന്ന് അറിഞ്ഞിട്ട് ഞാൻ അയാളുടെ ജീവിതത്തിൽ എന്താ പാവെ പോലെ നിർബന്ധിച്ച് നിൽക്കണോ? എന്തിനാ? ചെലവ് തരാൻ വേണ്ടിയോ? അതോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അയാളെ ഞാൻ വിടാതിരിക്കണോ? സോ എൻ്റെ എൻ്റെ മനസ്സ് പറഞ്ഞ് എന്തുകൊണ്ടോ നമ്മളെ ഇഷ്ടമില്ലാത്ത നമ്മളെ വേണ്ടാത്ത ആൾക്കാർ പൊക്കോട്ടെ. പിടിച്ചു വെച്ചിട്ട് കിട്ടുമോ? തിരിച്ചാ സ്നേഹം കിട്ടും? വേറെ ഒരാൾക്ക് കൊടുക്കുന്ന ആ സ്നേഹം നമുക്ക് കിട്ടുമോ? അതുകൊണ്ടാണ് വേണ്ട വെച്ച് പോട്ടെ. ആരോടും മിണ്ടാത്ത +2 ഫെയിലായ ഒരു വിജയല്ല കേട്ടോ ഇപ്പൊ സംസാരത്തില്. ഭയങ്കരമായിട്ട് മാറി. ഒരു പക്ഷെ കൂടെ പഠിച്ചവർ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ഞെട്ടിപ്പോവും. ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടുക്കി, ഫസ്റ്റ് റാങ്കിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എൻ്റെ വീട്ടൊരവസ്ഥയിൽ പിന്നെ ഞങ്ങൾ കടം ഒത്തിരി ഓവറായി, പപ്പ ഓവർ ഡ്രിങ്ക് ആയിരുന്നു, പപ്പയും മമ്മിയും ഇങ്ങനെ ഫുള്ള് ഫൈറ്റായിരുന്നു. അപ്പം ഒരു ഡിപ്രഷൻ മൈൻഡ് പറഞ്ഞ് ഞാൻ 5ാം ക്ലാസ് തൊട്ട് അങ്ങ് തുടങ്ങി എൻ്റെ ലൈഫ്. പക്ഷേ ഞാൻ പഠിച്ചു കേട്ടോ. ഞാൻ 8ാം ക്ലാസ് വരെ നല്ല ഇതായിട്ട് പഠിച്ചു. 9, 10 മാത്തമാറ്റിക്സ് എടുത്തിട്ട് ഞാൻ പഠിച്ചു. 11th നല്ല രീതിയായിട്ട് ഞാൻ പാസ്സായിട്ട് 76.3% ആണ് ഞാൻ 11th മേടിച്ച്. 3rd റാങ്ക് ആയിരുന്നു, എന്നാലും ഞാൻ ജയിച്ചു 11th. +2 ഇവൻ ഞാൻ നല്ലൊരു പഠിക്കുന്നവരതായിരുന്നു. പക്ഷേ കെമിസ്ട്രി
പറഞ്ഞൊരു പ്രാക്ടിക്കലി ആണ് എനിക്ക് ഒരു 6 നമ്പറിൽ എനിക്ക് സപ്ലിമെൻ്റ് കിട്ടി. ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കും. അത് എവിടെ നിന്നാണെങ്കിൽ ഞാൻ ജയിക്കണം. അതിപ്പോൾ എന്ത് ചെയ്താണെങ്കിൽ ഞാൻ എത്ര ആത്മാർത്ഥം കാണിച്ചാൽ ഞാൻ ജയിക്കണം. പക്ഷേ അവിടുത്തെ എന്താ പറയുക, അവിടെ തെറ്റുകൾ കണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ച് അവിടെയാണ് എനിക്ക് ആ ഒരു മാർക്ക് കുറഞ്ഞു പോയി. എനിക്ക് സപ്ലിമെൻ്ററി വന്ന് പിന്നെ എനിക്കത് എഴുതാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അത് മനഃപൂർവ്വം കാണിച്ചൊരു പണിയായിരുന്നു. സോ അവിടെയും ചതിച്ചു. കാരണം ഇത്ര നല്ല പ്രാക്ടിക്കൽ പോയിട്ട് കെമിസ്ട്രി പറഞ്ഞൊരു സബ്ജക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാനത് പഠിച്ച് രാത്രികൾ എനിക്ക് രാവിലെ തൊട്ട് സ്കൂളിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വന്ന് വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് എനിക്ക് കിട്ടുന്ന പറഞ്ഞ ഒരു സമയത്ത് ഞാൻ പഠിക്കുക. സോ അങ്ങനെ ഒരു സപ്ലിമെൻ്ററി ഒരു 6 നമ്പർ എനിക്ക് തന്നില്ല പറഞ്ഞാൽ അവിടെ എനിക്ക് ചതിയായിരുന്നു. സോ വേണ്ട, ആ സർട്ടിഫിക്കറ്റ് ഇനി എന്തിനാ, അയാൾ പുണിക്ക് നിന്നിട്ട് എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ പ്രിൻസിപ്പൽ കുറേ വിളിച്ചു, വിജി നീ എഴുതണം. ഇല്ല, ചീറ്റിംഗ് കേസായിരുന്നു അത്. ഫുള്ള് ചീറ്റായിരുന്നു. ഒരു തെറ്റ്, ഒരു എന്താ പറയുക, അതെന്താണെന്ന് പറയാൻ പറ്റുമോ? പുള്ളി പറഞ്ഞ ഒരു പ്രായമുള്ള വ്യക്തിയായിരുന്നു, സാറായിരുന്നു. അപ്പം പുള്ളിക്ക് ഞാൻ ഓപ്പണായിട്ട് പറയുന്ന എന്തെങ്കിലും പുള്ളിയുടെ മിസ്റ്റേക്കുകൾ ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ കാണും, നമ്മൾ പറയും. അപ്പം അയാൾക്കൊരു വിചാരം ഞാനിങ്ങനെ കളിയാക്കുക. കാരണം എൻ്റെ പണ്ട് ഒരു സ്വഭാവമായിരുന്നു, ഞാൻ എല്ലാവരും അങ്ങ് പിടിച്ച് കളിയാക്കുന്നു. ഒരു സ്കൂൾ ടൈം കേട്ടോ, എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പോൾ സാറൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കുറേ ഡൗട്ട്സൊക്കെ ചോദിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ എന്താ പിച്ചും പീ ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ചിരി വരുമല്ലോ. അപ്പോൾ പുള്ളിക്ക് ഒരു ഡൗട്ട് ഞാൻ കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എല്ലാവരും മുമ്പേ ഒരു വർഷം എന്നെ കുറേ ചീത്ത പറഞ്ഞു. ആ ചീത്ത പറഞ്ഞ് മീൻസ് നമ്മുടെ മലയാളത്തിൽ ഡി പോടി, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു. സാറാണ് കൂടുതൽ അച്ഛനാവാനാണ്ട് ഒരു ഡയലോഗ് എടുത്ത് അവിടെയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോൾ പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി എന്തോ ഒരു വൈരാഗ്യം പോലെ അങ്ങ് കാണിച്ച്. പിന്നെ പുള്ളിക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പുള്ളി മൈൻഡേ ചെയ്യത്തില്ല. ബാക്കി എല്ലാ പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് എന്നെ മൈൻഡേ ചെയ്യത്തില്ല. പോട്ടെ, കുഴപ്പമില്ല, എന്നാ ചെയ്യാൻ പറ്റും. ഇതാ സാറ് കാണുന്നുണ്ടെങ്കിൽ എന്തുവാ പറയാനുള്ളത്? പറഞ്ഞോ. ഹിന്ദിക്കാരാ, ദിലീപ് സർ. ധന്യവാദ്, അത്രേ ഉള്ളൂ. അവിടെ താങ്ക് യു അല്ലേ നമ്മൾ പറയാൻ പറ്റും. ഒന്നും പറയാൻ പറ്റില്ല. നീ എന്തിനാ എന്ന് ചെയ്തു എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇത് ഒരാളുടെ ഇഷ്ടമല്ലേടോ. നമ്മളെ ഒരാൾ ചതിക്കുന്നു പറഞ്ഞ് ചിരിച്ചിട്ട് കൈ ഇങ്ങനെ ചതിച്ചോ എന്നൊരു കരുതിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ. വിജയ് ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നു. ഒരുപാട് കുട്ടികൾ ഇന്നും വിജയെ പോലെ ആവണം, മീൻസ് അനുഭവിച്ചതുപോലെ ആവണം എന്നല്ല പറഞ്ഞത്. വിജയെ പോലെ ഇത്രയും പവർഫുള്ളായി സംസാരിക്കാനും ഇത്രയും കോൺഫിഡൻസ് ആയി കാര്യങ്ങൾ നീക്കാനും ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോടും ഞങ്ങളെപ്പോലുള്ള ചുള്ളൻ ചെറുക്കന്മാരോടും പറയാനുള്ള മറുപടികൾ എന്താണ്? അതോടൊപ്പം ഇന്നും പ്രണയിച്ച് ചതിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ സൗഹൃദങ്ങളാണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, പെണ്ണിൽ നിന്നാണെങ്കിലും പുരുഷനിൽ നിന്നാണെങ്കിലും ഒരു നിമിഷം നമ്മളൊന്നും അല്ലാതായി പോകുന്ന അവസരങ്ങളും ഉണ്ട്. എന്താണ് പറയാനുള്ള മറുപടി? പ്രണയിക്കുന്ന അവസാനം വരെ നിൽക്കാൻ ഒരു വാഗ്ദാനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ വാഗ്ദാനൊക്കെ പറഞ്ഞ എല്ലാവരും അങ്ങ് ഒരു മോഡലാക്കി വെച്ചിട്ടുണ്ട് വിശ്വാസം. പക്ഷെ സ്റ്റാർട്ടിങ് വാഗ്ദാനം തരല്ലേ. നീ ഇപ്പം നിനക്ക് ഒരാളെ സ്നേഹിക്കണമെങ്കിൽ, ഇനി ഈ പിള്ളേർക്ക് ആർക്കെങ്കിലും ഒരാളെ സ്നേഹിക്കണമെങ്കിൽ നിനക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം സ്നേഹിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിൻ്റെ ടൈം പാസ്, നിൻ്റെ കാര്യം നടക്കുന്ന വരെ ഒരാളെ ചതിക്കല്ലേ. ആ ഒരു വാക്ക് ഞാൻ കൊടുക്കും. നിനക്ക് ഉറപ്പുണ്ടോ നീ ഇപ്പോൾ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു ആണെ സ്നേഹിച്ചെങ്കിൽ, നീ ഇപ്പം പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നീ ഇപ്പം ഒരു ആണോട് സ്നേഹിക്കെങ്കിൽ നിനക്ക് ഉറപ്പുണ്ട് നീ അവനെ വിട്ട് എങ്ങും പോകത്തില്ല, ആ ഒരു ഉറപ്പ് മതി. അപ്പം അതുണ്ടെങ്കിൽ നീ സ്നേഹിച്ചോ, ഒരു കുഴപ്പമില്ല. ഇനി എടുക്ക് അവൻ്റെ തെറ്റുകൾ അറിഞ്ഞിട്ട് നീ എനിക്ക് വിട്ട് പോയി ഒയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാനാണെങ്കിൽ വേണ്ട. അതുപോലെ ആണുങ്ങളോടും പറയാനുണ്ട്, പ്രണയിച്ചോ, അവസാനം വരെ കൂടെ ഉണ്ടെങ്കിൽ പ്രണയിച്ചോടോ. ചതിക്കാനതാണെങ്കിൽ വിട്ടേക്ക്. എന്തിനാ, എല്ലാവർക്കും ഒരു ലൈഫല്ലേ, ജീവിക്കട്ടെ. എത്രയൊക്കെ അഹങ്കരിച്ചിട്ട് എന്താ കാര്യം? ഒറ്റ ജീവിതമേ ഉള്ളൂ അല്ലേ. ഈ അഹങ്കാരമൊക്കെ പറഞ്ഞ് ചാവുന്ന സമയത്ത് കൊണ്ടുപോകോ? ദയിപ്പിക്കുന്ന സമയത്ത് എന്താണെങ്കിലും പുതിയൊരു ഉടുപ്പ് മേടിച്ച് നമ്മുടെ ആഗ്രഹം എന്താണ് അത് ഇട്ട് തരും. നമ്മുടെ ആഗ്രഹങ്ങൾ സഹിച്ചു തരുമോ ആരെങ്കിലും? ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരും കുത്തും,
ചത്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ വീടിനടുത്ത് വന്നിട്ട് പാവായിരുന്നു ആ പെണ്ണ്, അത് തന്തേടിയാണെന്ന് പറയുന്ന നാട്ടുകാരാ വീട്ടുകാര് എല്ലാവരും. ജീവിച്ചിരിക്കുന്നത് ഈ കാതില്ല, ഞാൻ കേട്ടോണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരാൾ വന്ന് പറയട്ടെ എടി നീ ചെയ്ത് കറക്റ്റാണ് എന്ന് പറയാൻ വേണ്ടി ഒരാൾ വരണം. ആരും വന്നില്ല. നീ തെറ്റാണ്, നീ ചെയ്ത്, നീ ഡിവോഴ്സ്, നീ ഒരു പെൺകൊച്ചാ, നീ അതൊന്നും ഓർത്തില്ലേ? നീ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും? ഒരു സിംഗിൾ മദർ എഴുതുന്ന തന്തട ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ കാണിക്കുന്ന കാരണം ഇതെല്ലാവർക്കും ഒരു മറുപടിയാണ്. കാരണം ഇപ്പോൾ ഒരു സിംഗിൾ മദർ പറഞ്ഞിട്ടാൽ ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, അയ്യോ ഇവൾ കല്യാണം കഴിച്ചാണോ? കാരണം നമ്മൾ പുറത്തൊക്കെ പറഞ്ഞ് സിംഗിൾ മദർ പറഞ്ഞ് അൺമാരീഡുള്ള ആൾക്കാരും ചെയ്യും. അപ്പം ഞാൻ സിംഗിൾ മദർ ഇടാൻ്റെ കാരണം തൻ്റെ ഇടം കാണിക്കുന്നു പറഞ്ഞ് ഞാനാണ് എൻ്റെ കൊച്ചിന് സിംഗിൾ പേരൻസ്, അത് മതി. ഈവൻ എൻ്റെ കൊച്ചിന് സ്കൂളിലാണെങ്കിലും അച്ഛൻ്റെ സ്ഥലത്ത് അവൾ എൻ്റെ പേരായിട്ട്, അത് ഞാൻ പറഞ്ഞിട്ടല്ല. കഴിഞ്ഞ വർഷം അവളോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതായിരുന്നു എൻ്റെ ലൈഫ്, കഴിഞ്ഞ വർഷം പറഞ്ഞു. സോ അവൾ എടുത്തൊരു തീരുമാനമായിരുന്നു, ഇനിയും വേണ്ട അച്ഛൻ്റെ പേര്. അവൾ 5ാം ക്ലാസ് വരെ അച്ഛൻ്റെ പേര് വെച്ചിട്ട് ID കാർഡും അവളുടെ സ്കൂളിലെ അതെല്ലാം വെച്ച് അവൾക്കൊരു അച്ഛനുണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഇത്ര സഹിച്ച് ഇതൊക്കെയെല്ലാം അറിഞ്ഞിട്ട് അവൾ ഓട്ടോമാറ്റിക്, ഞാൻ അപ്പോൾ പോളണ്ടിലായിരുന്നു കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് ഒരു മകൾ സർപ്രൈസ് തരുന്നോ, ഇത്ര നല്ലൊരു സർപ്രൈസ് എനിക്ക് തരുമോ? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നെ കാണിച്ച് അമ്മേ ഇതാണ് മമ്മിയുടെ സർപ്രൈസ്, ഇത് അമ്മയാണ് ഇനി എൻ്റെ എല്ലാം, ഇനിയൊന്നും വേണ്ട എനിക്ക്. എന്തുവായിരുന്നു സർപ്രൈസ്? എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് അച്ഛൻ്റെ പേര് സ്ഥലത്ത് എൻ്റെ പേരിട്ട് ID കാർഡ് എടുത്ത് വിജയ നായർ. അത് കഴിഞ്ഞ് അവൾ ടീച്ചറോട് പറഞ്ഞ്, ടീച്ചറെ എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയാട്ടോ. അപ്പോഴാണ് ടീച്ചർ ഒരു വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിൽ വന്ന് കഴിഞ്ഞ വർഷം, സമ്മതിക്കണം മാഡം നിങ്ങളെ, ആ മോളുടെ തന്തയിടാൻ സമ്മതിക്കണം. അവളെ വളർത്തുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലെ ഇതുപോലൊരു പേരൻസ് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഇവിടെ പിള്ളേരെ കേൾക്കാൻ ആരും ഇല്ലെന്നേ, പേരൻസുകാർക്ക് സമയമില്ല പറഞ്ഞ്. ആ ടീച്ചർ എന്നോട് പറഞ്ഞ് സമ്മതിക്കണം, നിങ്ങളാണ് റിയാലിറ്റി ഒരു പേഴ്സൺ. വിജയ ഇപ്പൊ ഈ ഓരോ വാക്കുകൾ പറയുമ്പോളേ നമ്മൾ ഈ കൈയടിക്കും, പക്ഷെ വിജയയുടെ അനുഭവങ്ങളും വാക്കുകൾക്കൊന്നും കയ്യടിയിലോ ഒരു ഹഗ്ഗിലോ ഒന്നും തീരത്തില്ല. അത് അനുഭവിച്ച വിജയം എൻ്റെ മച്ചാനെ എന്തുവാ ഞാൻ പറയുന്നത്. ഞാൻ കൈയടൽ പിന്നെ ഒരു എന്താ പറയുക, നമ്മളിപ്പം ഇതൊക്കെ ഇപ്പം തീരൂടോ, ഒരു കൈ ഇങ്ങനെ അടിച്ചാൽ ഇതിങ്ങനെ സ്റ്റോപ്പ് ആവും. പക്ഷെ ഒരാളുടെ റിയൽ ലൈഫിലെ അനുഭവം അതൊരിക്കലും തീർത്തില്ല. ഇന്ന് ചിലപ്പോൾ ഞാൻ ഇത് പറയുക, ഇന്ന് എല്ലാവരും കാണുക കേൾക്കുക, ഇന്ന് എല്ലാവരും എന്നെ കേൾക്കും. ഞാൻ ചിലപ്പം എനിക്ക് കുറേ നെഗറ്റീവും വരും, ചില എനിക്ക് പോസിറ്റീവ് വരും. പക്ഷെ നാളെ എല്ലാവരും അങ്ങനെ മറുക്കുന്നേ, കാരണം അത് സമയം അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇന്ന് നല്ലതായെങ്കിൽ നാളെ ഞാൻ ചീത്ത തന്നെ ആകും. ഈ നമ്മുടെ മലയാളികൾ നമ്മളെ പൊക്കി പിടിക്കും, അതുപോലെ എടുത്ത് താഴെ ഇടുവോ? അയ്യോ പെട്ടെന്ന് ഇടും കേട്ടോ, സമയം കിട്ടത്തില്ല. അപ്പൊ ഇതെല്ലാം നാളെ ഇന്ന് മോട്ടിവേഷൻ ചെയ്യുന്ന എന്നെ കേട്ടിരിക്കുന്ന ആൾക്കാർ എനിക്കെതിരെ തിരിയുമെന്നറിയാം വിജയിക്കുക. എല്ലാരും ഞാൻ പറയത്തില്ല, പക്ഷെ എല്ലായിടത്തും ഒരു 5 എൻ്റെ ഒരു വീഡിയോയിൽ എനിക്ക് വരുന്ന കമൻസ് എടുത്ത് ഒരു 95% എനിക്ക് സപ്പോർട്ട് തരുന്ന കമൻസ് ആണ് കേട്ടോ. ഞാനത് എപ്പോഴും പിന്നെ 5% ആൾക്കാരൊക്കെ വരും എന്നെ ചൊറിയാനൊക്കെ വരും ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ എന്നാ പറയാനാ, ജീവിതം ഇതൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. കാരണം ജീവിതത്തിൽ ഞാൻ ജീവിച്ച് അനുഭവിച്ചു, ഞാൻ കരഞ്ഞ്, ഞാൻ പട്ടിണി ഇരുന്ന്, ഞാൻ ഒരു തുണി ജീവിച്ച് ഒരു വ്യക്തിയാണ്. എനിക്ക് ആ സമയത്തേക്ക് വേറൊരു ഉടുപ്പ് മേടിക്കാനും എനിക്ക് പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ ഒരു നൈറ്റി ആണെങ്കിലും ഒരു ഉടുപ്പാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്ക് ഇതൊന്നും അല്ല, ഇത് വെറും ഒരു ജീവിതമാണ്. അതെന്താ പറയുക, നമ്മളങ്ങ് തകർക്കാൻ നോക്കും, പുറകോട്ട് വലിക്കും. അപ്പം നമ്മളിങ്ങനെ പറയണം, എൻ്റെ മക്കളെ നിങ്ങൾ അവിടെ ഇരിക്കേ, ഞാനൊന്ന് മുമ്പോട്ട് പോട്ടെ, എനിക്ക് പറ്റുമോ ഇല്ല ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, അതൊക്കെ ഞാൻ വരാം നിങ്ങളുടെ അടുത്ത് എന്ന് ഞാനൊരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം. വിജയുടെ ജീവിതത്തിൽ ഇനിയും ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? എനിക്ക് കുറേ നല്ല നല്ല ഫുഡ് കഴിക്കണം. ഞാൻ കഴിക്കാത്ത ഫുഡുകൾ, വെറൈറ്റികൾ കഴിക്കണം, കൊതിച്ച് ഫുഡുകളുണ്ട് കേട്ടോ.
ഒരു സമയത്തൊക്കെ എനിക്ക് കിട്ടാത്ത വിഷമിരുന്ന സമയത്ത് എനിക്ക് ആഗ്രഹം കാണുമല്ലോ, ഓരോരോ കടയിൽ പുറത്ത് ഇങ്ങനെ കുറെ ബ്ലഡ് മീൻസ് ഇങ്ങനെയൊക്കെ കാണുമല്ലോ ഫുഡ്, അങ്ങനെയൊക്കെ. അങ്ങനെ ഈ നമ്മൾ നോർത്ത് സൈഡൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കാണും കേട്ടോ. ആ സമയത്തൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു. കൈ ചിലപ്പോൾ 10 രൂപ കാണും, ചിലപ്പോൾ 2 രൂപ, അങ്ങനെയൊക്കെ ഒരു സമയമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ് കുറേ ഫുഡ് കഴിക്കണം, വയറ് നിറച്ച് ഫുഡ് കഴിക്കണം. പിന്നെ എനിക്ക് കറങ്ങാൻ പോകണം. പണ്ടത്തെ എൻ്റെ ഒരു കുറേ ആഗ്രഹങ്ങളുള്ള സ്ഥലം ലൈക്ക് മന്നാലി, അങ്ങനെയൊക്കെ പോയി ഒറ്റയ്ക്ക് ഒരു ടൈം സ്പെൻഡ് ചെയ്യണം എനിക്ക് വേണ്ടി. സോ ഇങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളാണ്. പിന്നെന്താ അറിയാമോ, എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കണം. ഇനി ഒരാഗ്രഹങ്ങളുണ്ട്, എന്നെ തന്നെ ഇനി വായിക്കണം. കാരണം ഒരു സ്റ്റോപ്പ് ഞാൻ ചെയ്യുന്നില്ല ഇവിടെ. കാരണം നമ്മളെ ജീവിതത്തിൽ പറയത്തില്ലേ, എത്ര പഠിച്ചാൽ മതിയാവത്തില്ല, അത് പഠിത്തമാണെങ്കിലും പാരകളാണെങ്കിലും. സോ എനിക്കിപ്പോൾ എന്താ അറിയാമോ, എനിക്ക് പഠിക്കണം എന്നെ വലിയ ആഗ്രഹം കേട്ടോ. ഇപ്പം ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കുക, ഇപ്പം എനിക്കിപ്പോൾ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ അങ്ങനെയല്ല, എനിക്ക് പഠിക്കുന്നു പറഞ്ഞ് എനിക്ക് റിയാലിറ്റി എന്താണ് എനിക്ക് വേണം. ഈവൻ ഇന്ന് എനിക്ക് എന്ത് ചെയ്യണം, അതെന്താണ് എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഇത് ചെയ്യുക അത് ചെയ്യുക അതല്ല, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്. പിന്നെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത് ആളുടെ ജീവിതത്തിൽ നിന്നല്ല, എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ആ ഒരാളുടെ ലൈഫ് കേട്ട് കഴിഞ്ഞിട്ട് രണ്ടും ഇങ്ങനെ ചെയ്തിട്ട് ചോദിക്കണം, എന്താണ് ഇല്ലടുത്ത് പഠിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം. വലിയ വലിയ ആഗ്രഹമല്ല, കുഞ്ഞു കുഞ്ഞ്. കേട്ടപ്പം തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും മറ്റാർക്കും ഇല്ല കേട്ടോ. ഓരോരുത്തരോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ബെൻസ് വേണം, ലക്ഷങ്ങൾ വേണം, ഇതതുപോലല്ല. തികച്ചും വ്യത്യസ്തമായിട്ടാണ് വിജയ പറഞ്ഞത്. അപ്പൊ വിജയ ഒരുപാട് സന്തോഷം കേട്ടോ, ഞങ്ങളോട് ഇത്രയും നേരം ഇരുന്നു, ഞങ്ങളോട് കുറേ സംസാരിച്ചു. വിജയെ സ്നേഹിക്കുന്ന, വിജയുടെ വീഡിയോ കാണുന്ന ആളുകളോട് എന്തോ പറയാനുള്ളത് ക്യാമറ നോക്കി പറഞ്ഞു? സത്യം പറയാലോ, ഇവിടെ വരെ എത്തിച്ചു പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഒരു സ്നേഹം കാരണം കേട്ടോ. കാരണം ഒരു സമയത്തൊക്കെ എനിക്ക് ആരും ഇല്ല എന്ന് എനിക്ക് തോന്നി, പക്ഷെ ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിലേ കരഞ്ഞ് മുങ്ങിയിരിക്കില്ല കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്തോ, സഹിച്ചോ, പിന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ, നീ അവിടെ രണ്ടങ്ങ് പോകണം എന്നൊരു കോൺഫിഡൻസ്, അത്രമാത്രം മതി. ഇതുപോലെ തോറ്റ് 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 ജയിച്ചൊരു വ്യക്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. താങ്ക് യു. അപ്പം വിജയുടെ മുന്നോട്ടുള്ള ലൈഫിലും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ലാസ്റ്റായിട്ടൊരു ചോദ്യം, വിജയ കുഞ്ഞ് അല്ലാതെ വിജയിക്കാനുണ്ട്? എനിക്ക് ഇപ്പം അമ്മയും അച്ഛനും അനിയത്തിയും ഉണ്ട്, മതി, വേറെ ആരും വേണ്ട. എന്തിനാ വേറെ ഒരാളെ ആവശ്യമില്ല ഇനി, അത് ഫ്രണ്ട് ആയിട്ടാണെങ്കിലും ഒരു കാമുകമായിട്ട് വേണ്ട, എനിക്കിത് മതി. ഇതാണ് എൻ്റെ ലോകം. പിന്നെ എൻ്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ കൂടെ. അതെ. അപ്പം വിജയ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്.